ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീരയെല്ലാം മുറിച്ചിട്ട് മഞ്ഞളും ഉപ്പ് പൊടിയും ചേർത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ചെറിയിട്ട് വെച്ചിട്ടുണ്ട് ചീരത്തോരനിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചീരത്തോരൻ ഉണ്ടാക്കാൻ നോക്കാം. ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചു. ഞാൻ അരിയും ചുവന്ന മുളകുമാണ്, ഇതാണ് ഞാൻ വറവിടുന്നത് ചീരത്തോരന് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാം എങ്ങനെയാണ് ആക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. പാൻ ഏകദേശം കാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് അരിയും മുളകും ഇട്ട് കൊടുക്കാം. അത് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നല്ലോണം പൊരിഞ്ഞ് വരും ഗൈസ്, നമുക്ക് കാണാം. ഒച്ച കുറവാണോന്നറിയില്ല ഞാൻ പറയുന്നത്, ഇത്ര ഒച്ചയേ ഉള്ളൂ. ഇപ്പം ഒച്ചയെല്ലാം പോയില്ല. പൊരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ ഗൈസ്, നിങ്ങൾ കാണുന്നില്ലേ? ഇതാ ഓരോരോ അരിമണികൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അരിയെല്ലാം വറുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചീര ഇട്ട് വെക്കുന്നുണ്ട്. എല്ലാം പുളിയെല്ലാം ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ സിമ്മിലാക്കിയിട്ട് ഇത് കുറച്ച് നേരം ഇറക്കി വെക്കാം. അപ്പോഴത്തേക്ക് ചീര കൊണ്ട് കിട്ടും. എന്നിട്ട് നമുക്ക് തേങ്ങ വെച്ചിട്ട് വാങ്ങാം. ഒന്ന് മൂടി തുറന്ന് നോക്കാം. എന്നിട്ടൊന്നും കൂടി ഇളക്കി അടച്ചു കൊടുക്കാം.
ഇളക്കി ആദ്യം അടച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒന്ന് നല്ല റെഡിയാവട്ടെ. ശരിക്കായിട്ടില്ല, ചീര ശരിക്കും വെന്ത് കാണില്ല. വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് വാങ്ങി പച്ചരി ഉപ്പേരി റെഡിയാവും. ചൂടുണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ചൂട് കാരണം പിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതെൻ്റെ ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇനി എല്ലാം കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാം പാകത്തിനുണ്ട്, ഈ പാകത്തിനുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ചീരത്തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ, അടിപൊളി ചീരത്തോരനാണ്. ഇത് മാത്രം മതി നമുക്ക് ചിലപ്പോൾ ചോറുണ്ട്. വേറെ കറിയൊന്നും പാടുന്നില്ല. എൻ്റെ സാമ്പാർ ഇവിടെ എടുത്തിട്ടുണ്ട്, അതായിരുന്നില്ല. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീരത്തോരൻ റെഡി. ഗൈസ്, ഇതാ എല്ലാവർക്കും എൻ്റെ ചീരത്തോരൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, ഇതാണ് എൻ്റെ ചീരത്തോരൻ. ഇതാ കണ്ടല്ലോ, ചീരത്തോരൻ കാണുന്നുണ്ടല്ലോ. ഇതാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.